എംപിമാർക്കെതിരായ കൂട്ട നടപടിക്കെതിരെ പ്രതിഷേധിക്കാൻ കോൺഗ്രസും പ്രതിപക്ഷവും തയ്യാറെടുക്കുന്നു എന്ന വാർത്ത വരുന്നു. ഗുഡ് മോർണിംഗ് രാധാകൃഷ്ണൻ, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? SKN തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ ദിവസങ്ങളിലേതിന് സമാനമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എംപിമാരുടെ എണ്ണം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ലോക്സഭയിൽ ഏതാണ്ട് ഭൂരിപക്ഷം പ്രതിപക്ഷ എംപിമാരും ഇല്ലാതാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. 3 പ്രധാനപ്പെട്ട ബില്ലുകൾ, ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ സംഹിത ബില്ലുകൾ അത് സഭയുടെ പരിഗണനയ്ക്ക് ഇന്നലെ വന്നിരുന്നു. നമുക്കറിയാം ആ ബില്ലുകളുടെ ഒരു പ്രാധാന്യം. നമ്മുടെ ശിക്ഷാ നിയമത്തിൽ കാതലായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുന്ന 3 ബില്ലുകളാണ് ഇവ ചർച്ച ചെയ്യുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ നിയമനിർമ്മാണ പ്രക്രിയയായി കണക്കാക്കേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. പക്ഷേ അതിൽ പ്രതിപക്ഷ അംഗങ്ങൾ ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഈ ബില്ലുകൾ ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഇത് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പക്ഷേ ഭരണപക്ഷം പറയുന്നത് ഇത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, ഞങ്ങളല്ല നിങ്ങളോട് ഈ സഭയിൽ ഇരിക്കേണ്ട എന്നോ അല്ലെങ്കിൽ സഭയിൽ ഈ ബില്ലുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ ചർച്ചയിൽ പങ്കെടുക്കേണ്ട എന്ന് പറഞ്ഞത് എന്നും ഭരണപക്ഷം പറയുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇന്ന് വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധ പരിപാടികൾ സഭയ്ക്ക് അകത്തും പുറത്തും സംഘടിപ്പിക്കാനാണ് പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം. ഇതിനകം തന്നെ ഈ അച്ചടക്ക നടപടികൾക്ക് വിധേയരായിരിക്കുന്ന എംപിമാർ സഭയ്ക്ക് പുറത്തും വിധേയരാകാത്തവർ സഭയ്ക്കകത്തും ഇന്ന് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും. സഭാ നടപടികൾ കഴിഞ്ഞ ദിവസത്തേതിന് സമാനമായിട്ട് സ്തംഭിപ്പിക്കുന്ന വിധത്തിലേക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനമാണ് പ്രതിപക്ഷ പാർട്ടികൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇന്നലെ ലോക്സഭയിൽ മാത്രം ഏതാണ്ട് 50ഓളം എംപിമാരെയാണ് സസ്പെൻഡ് ചെയ്തത്. ഇത് തുടരുന്ന ഒരു സാഹചര്യം ഇന്നും പ്രതിപക്ഷം പ്രതീക്ഷിക്കുന്നുണ്ട്. രാജ്യസഭയിലും ലോക്സഭയിലും ഈ നടപടികളുമായി മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ സഭയ്ക്ക് പുറത്തേക്ക് കൂടി പ്രതിഷേധ പരിപാടികൾ എത്തിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ വ്യാപിപ്പിക്കുക എന്നൊരു തീരുമാനമാണ് കൈക്കൊണ്ടിട്ടുള്ളത്. 22-ാം തീയതി വരെയാണ് SKN സഭാ സമ്മേളനം ഉള്ളത്. ഈ സഭാ സമ്മേളനത്തിന് മുമ്പായിട്ട് എല്ലാ പ്രധാനപ്പെട്ട ബില്ലുകളും പാസ്സാക്കി മേശപ്പുറത്തുകൊണ്ടിരിക്കുന്ന ബില്ലുകൾ ഇനി അടുത്ത സമ്മേളനത്തിലേക്ക് മാറ്റിവെക്കാതെ കാര്യങ്ങൾ അവസാനിപ്പിക്കുക എന്നുള്ള ഒരു തീരുമാനമാണ് സർക്കാരിന് ഉള്ളത്. പാർലമെന്റ് സൈനയുടെ ആവുന്നതിന് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾ പൂർത്തിയാക്കാൻ 22-ന് മുമ്പ് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഭരണപക്ഷം നടത്തുമ്പോൾ വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിലൂടെ ഭരണപക്ഷത്തിന്റെ ലക്ഷ്യങ്ങളെ ചെറുക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ഇപ്പോഴത്തെ ഒരു ശ്രമം. അതിന് ബലം എന്നുള്ളത് ഇന്നും പ്രക്ഷുബ്ധമായിട്ടുള്ള അന്തരീക്ഷമായിരിക്കും പാർലമെന്റിൽ ഉണ്ടാകാൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു ആർ രാധാകൃഷ്ണൻ. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.